ഹേ ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ? നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒന്ന് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയ ഒരു ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വരാം. രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയിട്ട് പോക്കാന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വിസ്മയയിലേക്ക് പോകുന്നത്. പറശ്ശിനിക്കടവിലാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവരും പോകുന്നതും പറയുന്നതൊക്കെ കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വരുന്ന സമയമായതുകൊണ്ട് തന്നെ കുറേ 3-5 സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് സ്കൂൾ കുട്ടികളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്യലാണ്. വൺ ഡേ ടൂർ പോകാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വിസ്മയയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊക്കെ ചെറുതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്നാലൊന്നും വലിയ മുതലാവില്ല. കാരണം അത്രയ്ക്ക് അങ്ങ് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. കുട്ടികളെയൊക്കെ വെള്ളത്തിലുമൊക്കെ പിടിക്കാനും ആക്കാനൊക്കെ പണിയാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് ഇവരൊക്കെ പോകുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ എങ്കിൽ നല്ല രസമായിരുന്നു. കുറേ റൈഡിലൊക്കെ കയറി വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുള്ളിലേക്ക് പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇതാ കണ്ടില്ലേ, കുട്ടികളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളു മൊത്തം. അപ്പോൾ പോയപാട് തന്നെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണലാണ്. എന്തൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങളെന്നൊക്കെ നോക്കലാണ്. ഇവിടെ എന്തിലൊക്കെ കയറണം എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോകലാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനെ നിൽക്കലാണ്. അപ്പോൾ കുട്ടികളെല്ലാം വേഗത്തിൽ വെള്ളത്തിൽ ചെയ്യാനുള്ള ഒരു തിരക്കിലാണ്. പക്ഷേങ്കിൽ ആ സമയം വെള്ളത്തിൻ്റെ അവിടെയൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും റൈഡിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കലാണ്. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോക്കാന്ന് റൈഡിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ എല്ലാത്തിലൊന്നും കയറാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇതിലൊക്കെ കഴിയുന്നത് പോലെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു ഭയങ്കര. നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കറങ്ങി കളിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫിയർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, കൂക്കി പണ്ടാരടങ്ങിയെന്ന് വെച്ചാൽ മേലെ പോയിട്ട് തിരിച്ചു മറിച്ച് ഇതുപോലെ ഞാൻ കുറച്ച് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേടിയായും ചെയ്തിന്. തലകുത്തി മറിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ താഴെ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിയാവും. അതിങ്ങനെ നിലം നോക്കുമ്പോൾ അതാ വീണ് പൂളിയും ചെല്ലി അങ്ങനെ. അത് എത്ര സമയമാണ് അതിൻ്റെ മേലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആട്ടിക്കളിപ്പിച്ചിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അവിടുന്ന്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു റൈഡ് ഉണ്ടായിരുന്നു, ഒരു മീനിൻ്റെ പോലത്തെ വണ്ടി. അപ്പോൾ അത് മുകളിൽ പാളം പോലെ ആയിട്ട് അതിൻ്റെ മുകളിലൂടെ പോയി. അപ്പോൾ മൊത്തം നമുക്കിങ്ങനെ ചുറ്റി കാണാം. അത് മെല്ലനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിങ്ങനെ താഴെയുള്ള സ്വിമ്മിംഗ് പൂളും എല്ലാം റൈഡും ഒക്കെ ഇങ്ങനെ അതിലിരുന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേറെ ഇതിലൊക്കെയുള്ള കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും മൊത്തത്തിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണൊന്നും എപ്പോഴൊന്നും കൈമൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ കൈമൽ ഫോണുള്ളേരോ ചെറുങ്ങനായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വെള്ളത്തിൽ കീയാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല, കുട്ടീനെ പിടിക്കുന്നതുകൊണ്ട് ഞാൻ വയ്യ ലാസ്റ്റായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊന്നും ഞാൻ വെള്ളത്തിൽ കീഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. കുട്ടികളൊന്നും അതിന് കയറിയിട്ടേ ഇല്ല. അതിൽ വെള്ളത്തിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. എൻ്റെ മോനിക്ക് പിന്നെ വെള്ളത്തിൽ കഴിഞ്ഞാൽ ആരോ തോക്കെങ്ങാനും കൊടുത്തു, മറ്റേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചീറ്റി കളിക്കുന്ന തോക്ക്. പിന്നെ അതിൽ ആ വെള്ളത്തിൽ നിന്ന് വെള്ളം എടുക്കുക, ഇവൻ്റെ എല്ലാവരുടെ മേത്ത് ഇങ്ങനെ തോക്ക് ഇതാക്കലായിരുന്നു പണി അവന്. പിന്നെ ഇങ്ങനെ പാറൻ്റെ മുകളിലെ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അതിൻ്റെ മുകളിലേക്ക് കൂടി ഇങ്ങനെ വെള്ളം വരുന്നത്. കുറേ സമയം അതെല്ലാം നോക്കിയിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ആദ്യം വന്ന് പിന്നെയും എല്ലാവരും വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. പിന്നെ ആകാശത്തൊട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിൽ ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.